റെസ്റ്റോ ബാറും ലോക്കൽ ബാറും ഒക്കെയായി വ്യത്യസ്ത വിഭാഗം ഉപയോക്താക്കളെ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന 3 തരം ബാറുകൾ കൊച്ചി കത്രിക്കടവിലെ ഇടശ്ശേരി ഹോട്ടൽ കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ മുൻപും അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നടന്നത് മദ്യക്കുപ്പി കൊണ്ട് കുത്താണെങ്കിൽ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ നടന്നത് വെടിവെപ്പായിരുന്നു. പ്രവർത്തന സമയം കഴിഞ്ഞതിനു ശേഷം മദ്യം ആവശ്യപ്പെട്ടെത്തിയവർ തമ്മിലുള്ള തർക്കത്തിൽ ബാർ ജീവനക്കാർ ഇടപെട്ടതോടെയാണ് വെടിവെപ്പ് നടന്നത്. സംഘർഷത്തിൽ 2 ബാർ ജീവനക്കാർക്ക് വെടിയേൽക്കുകയും ബാർ മാനേജർ മർദ്ദനത്തിന് ഇരയാവുകയും ചെയ്തു. ബാർ ജീവനക്കാരായ സുജിൻ ജോൺസൺ, അഖിൽനാഥ് എന്നിവർക്കായിരുന്നു വെടിയേറ്റത്. ഒരാളുടെ വയറിലും മറ്റൊരാളുടെ തുടയിലുമാണ് വെടിയേറ്റത്. കോതമംഗലം, പെരുമ്പാവൂർ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഗുണ്ടാസംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പിന്നീട് പോലീസ് കണ്ടെത്തി. കേസിലെ മുഖ്യപ്രതിയായ അങ്കമാലി സ്വദേശി കോമ്പാറ വിനീതിൽ നിന്ന് വെടിവെക്കാൻ ഉപയോഗിച്ച തോക്കുൾപ്പെടെ 2 തോക്കുകൾ പോലീസ് കണ്ടെടുത്തു. മയക്കുമരുന്ന് കേസിൽ ഉൾപ്പെടെ പ്രതിയായ വിനീതിനെ 2012 ഒരു ഗുണ്ടാസംഘം വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും വിനീതിന്റെ വീടും ആ സംഘം തകർത്തിരുന്നു. അന്നു മുതൽ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഘത്തെ ആക്രമിക്കാനായി വിനീത് ആയുധങ്ങളുമായി നടക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. കത്രിക്കടവിലെ ഈ ബാർ കേന്ദ്രീകരിച്ച് ഇത് 2ാമത്തെ അക്രമ സംഭവമാണ് ഉണ്ടാകുന്നത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഈ മേഖലയിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കേണ്ടതുണ്ട്. എസ്. അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.